യൂണിറ്റ് വരുന്നത് കെൽവിൻ ആണ്. SI യൂണിറ്റ് വരുന്നത് കെൽവിൻ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ സെൽഷ്യസിലൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു പോസ്റ്റ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പോസ്റ്റ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദിസ് പോയിന്റ്, speed of gas particle is proportional to its absolute temperature. Very important. Speed of the particle is directly proportional to its absolute temperature. Okay. ഇനി ഈ വോളിയം ഓഫ് ബലൂൺ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ മുകളിൽ നിങ്ങളൊരു പിക്ചർ കണ്ടില്ലേ, അതിന്റെ ബേസ് ചെയ്താണ് പറയുന്നത്. സോ ഇനി ഹൗ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൽ പറയേണ്ടത് കൈനറ്റിക് എനർജി added to a gas particles by the way of collision produces linear, rotational and vibrational motion. Okay, 3 types of motion ആണ് ഒരു പാർട്ടിക്കിളില് ഇൻഡ്യൂസ് ആവുന്നത് കൊളിഷൻ നടക്കുന്ന സമയത്ത്. ലീനിയർ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ. യെസ്, ആക്ച്വലി അതിന്റെ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ എനിക്കൊന്ന് 5th മന്ത് ഈ മോഷൻസിനെ പറ്റി പഠിക്കും, ലൈക് ഈ സ്പെക്ട്രംസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. ഇനി അതുപോലെ തന്നെ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാല് സ്പീഡ് റേഞ്ചിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഗ്യാസ് റെഫേഴ്സ് ടു ദി ആവറേജ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇനി എന്താണ്? പ്രഷർ. ഓക്കെ. So next is specific volume. Specific volume SI unit cubic meters per kilogram ആണ്. വേറെ ഒന്നുമില്ല, വോളിയം തന്നെയാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് വോളിയം തന്നെയാണ്. ഓക്കെ. ഇനി നിങ്ങൾ പറയും 2 ടൈപ്പ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 2 ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇൻട്രൻസിക് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് മാറ്റർ. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്ന് പറയത്തില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ ആണ് വോളിയം. വോളിയം എന്ന് പറയുന്ന സംഭവം എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ. കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദി റേഷ്യോ ഓഫ് വോളിയം ഓക്കുപൈഡ് ബൈ എ യൂണിറ്റ് മാസ്. സോ ഇറ്റ് ഇസ് എ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ. ദെൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒന്നാണ്. എക്സാമ്പിൾ ലൈക് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റേഴ്സ് പെർ കിലോഗ്രാം. പക്ഷെ നോർമലി വോളിയത്തിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. അതാണ് വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലേ വോളിയം. സോ അവിടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. സോ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇന്റൻസീവ് പ്രോപ്പർട്ടി സ്പെസിഫിക് വോളിയം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വോളിയം. വേറെ ഒന്നുമില്ല. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്റൻസീവും ഡിപ്പെൻഡ് ചെയ്യാത്തത് എക്സ്റ്റെൻസീവുമാണ്. അടുത്ത് വരുന്ന ഒരു പാരാമീറ്റർ ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാം, മാസ് ബൈ വോളിയം ആണ് അല്ലെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി സെറ്റ് ടു ബി സ്പെസിഫിക് വോളിയത്തിന്റെ റെസിപ്രോക്കൽ ആണ്. ഇമ്പോർട്ടന്റ്. ഓക്കെ. SI യൂണിറ്റ് അറിയായിരിക്കും, റോ ആണ് അല്ല. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. പക്ഷെ അതിന് നമ്മൾ എപ്പോഴും റോ ഡെൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് റോ അല്ലേ. അതാണ് SI യൂണിറ്റ് അല്ല, യൂണിറ്റ് അല്ല, റെപ്രസെന്റേഷൻ ഓഫ് ഡെൻസിറ്റി റോ ആണ്. സോ ഇമ്പോർട്ടന്റ് പോയിന്റ്, റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് വോളിയം. ഓക്കെ. ഇവിടെ ഹീലിയത്തിന്റെയൊക്കെ ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളത്. ഹീലിയം, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, എയർ, ഇതിന്റെയൊക്കെ ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് നോട്ട് ചെയ്തൊന്ന് വെച്ചേക്കാം. ഇനി ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞു. ഡെൻസിറ്റി ഈസ് വേരിയേഷൻ ഓഫ് ഡെൻസിറ്റിനെയാണ് നമ്മൾ കംപ്രസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആസ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി is a state variable of gas. Change in density during any process is governed by law of thermodynamics. Then ഇനിയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഗ്യാസ് ലോസ് ഉണ്ട്. നമ്മള് പാരാമീറ്റേഴ്സ് പറഞ്ഞ സമയത്ത് തന്നെ 4-5 സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞു അവര് ഓരോരുത്തരും കണ്ടുപിടിച്ച ഓരോ ലോസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസില് ഈ എല്ലാ ലോസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ്. പക്ഷെ സീരിയസ്ലി സ്പീക്കിംഗ് അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല കേട്ടോ. ഇത് തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഇല്ല. ബട്ട് ഇത്രയേ ഉള്ളൂ. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഒന്നും കാണത്തില്ല. എങ്കിൽ മാത്രമേ ആ ലോസ് സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. ഓക്കെ. റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോസ് ഒന്നും അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തില്ല, ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അങ്ങനത്തെ ഐഡിയൽ ഗ്യാസിന് മാസ്, വെലോസിറ്റി ഒക്കെ കാണും, പിന്നെ പക്ഷെ വോളിയം കാണത്തില്ല. മേജർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഐഡിയൽ ഗ്യാസസിൽ മോളിക്യൂൾസ് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല.